ഐഷാഖിൻ്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് എഴുതി മമ്മൂട്ടി, രാജ്ബി ഷെട്ടി, സുനിൽ, അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ പോലുള്ള താരങ്ങൾ അണിനിരന്ന് ഇന്ന് റിലീസിനെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ടർബോ. ആദ്യം തന്നെ ടർബോ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല. ടർബോ എന്ന സിനിമയുടെ എൻ്റെ അഭിപ്രായം ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ടർബോ എന്ന സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹൈപ്പിൽ റിലീസായ ഒരു സിനിമ തന്നെയാണ്. സോ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു നല്ല അടിപ്പടം, അത്രമാത്രമേ ഈ പടത്തിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ പടത്തിൻ്റെ കഥയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലീഷേ ആയിട്ടുള്ള, ഇന്ത്യൻ സിനിമയെ തന്നെ ഒരുപാട് തവണ എടുത്തിട്ട് അലക്കി ഉണക്കി വിരിച്ചിട്ട ഒരു കഥ തന്നെയാണ്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് ഒരുക്കിയ ഒരു ആക്ഷൻ കോമഡി ഫിലിമാണ് ടർബോ. ഇതിൽ ടർബോ ജോസ് എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി വരുന്നത്. സോ ബേസിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നാട്ടിൻപുറത്തെ വളരെ നിഷ്കളങ്കനായിട്ടുള്ള മമ്മൂട്ടി അതിൽ ടർബോ ജോസ് എന്ന കഥാപാത്രം ചെന്നൈയിലേക്ക് പോവുകയും അവിടെ വെച്ച് വളരെ ഒരു ഭയങ്കര ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു IT കമ്പനിയൊക്കെ നടത്തുന്ന ഒരു സിൻഡിക്കേറ്റ് നടത്തുന്ന ഒരു വില്ലനുമായിട്ട് ഏറ്റുമുട്ടുന്നു. ക്ലൈമാക്സിൽ എന്തൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇത് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് തവണ എടുത്തിട്ടുള്ള ഒരു ക്ലീഷേ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. പക്ഷേ വളരെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾ ഭയങ്കര കോമഡി എന്ന് പറയുന്ന നേരത്ത് പോക്കിരി രാജ മനസ്സിൽ വെച്ചുകൊണ്ട് പോകരുത്. അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറയുന്നത് പുലിയുരുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പോകരുത്. അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ നന്നായിട്ട് ഡീസൻ്റായിട്ട് ചെയ്തു വെച്ചൊരു സിനിമയായിട്ടുണ്ട്. സിനിമയുടെ മറ്റെല്ലാ ആസ്പെക്ട്സും നന്നായിട്ട് അതിന് യോജിക്കുന്നുണ്ട്. രാജ്ബി ഷെട്ടിയെ പോലൊരു നടൻ ഈ ഒരു കഥാപാത്രത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല. ഞാൻ പറയും, ടെംപ്ലേറ്റ് വില്ലനാണ്. മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ഇതുപോലെ ഇഷ്ടംപോലെ വില്ലന്മാർ വന്നിട്ടുണ്ട്. അതിൽ 100ൻ്റെ കൂടെ 1 എന്ന് പറയുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാഗും അദ്ദേഹത്തിൻ്റെ ആ ഒരു ന്യൂ ഫേസും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി എല്ലാം കൂടെ തന്നെ കഥാപാത്രത്തിനൊരു വല്ലാത്തൊരു സ്വാഗ് വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് മമ്മൂട്ടിയിലേക്ക് വരികയാണെങ്കിൽ ആക്ച്വലി മമ്മൂട്ടിയാണ് ഈ സിനിമ തോളിലെടുത്ത് വെച്ചിരിക്കുന്നത് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രായം ഒന്നും തന്നെ നമുക്ക് കണക്കിലെടുക്കാതെ അദ്ദേഹം ആക്ഷൻസൊക്കെ ഇറങ്ങി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കാർ ചേസ് സീൻസൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് കുറച്ച് ഡ്രാഗി ആയിട്ട് ഫീൽ ചെയ്തു, കുറച്ച് വലിച്ചു നീട്ടും പോലെ ഫീൽ ചെയ്തു. പക്ഷേ ക്ലൈമാക്സ് സീൻസൊക്കെ കുറച്ച് വലിച്ചു നീട്ടും പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കുക. പോക്കിരി രാജയോ പുലിമുരുവിനോ പ്രതീക്ഷിച്ച് പോകാതിരിക്കുക. അങ്ങനത്തെ ഒരു കഥയല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കഥ. കുറച്ച് നല്ല സീൻസൊക്കെ വെച്ച് കുറച്ച് നല്ല കോമഡീസൊക്കെ വെച്ച് ചില കോമഡീസ് വർക്കാവും, ചില കോമഡീസ് വർക്കാവത്തില്ല. അത് പേഴ്സണൽ ആൾക്കാരെ ഇതും കണക്കിരിക്കും. പേഴ്സണലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപ്പടം കണ്ടൊരു ഫീൽ ഈ പടം തരുന്നുണ്ട്. ക്ലൈമാക്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിന് ലീഡ് ഇട്ടായിരിക്കും പടം നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതും കൊള്ളായിരുന്നു. അങ്ങനെ വലിയ സംഭവം എന്ന് പറയാനില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് വില്ലൻ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ക്ലീഷേ എന്നൊക്കെ. സോ അതുപോലെ ഒരു ക്ലീഷേ അടിപ്പടമായിട്ട് എനിക്ക് തോന്നി. മമ്മൂട്ടി വളരെ നന്നായിട്ട്, മമ്മൂട്ടിയുടെ ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടിയെ കാണിക്കുന്ന ടർബോ എഞ്ചിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല എൻജോയബിൾ ആയിട്ടുണ്ട്. മമ്മൂട്ടി ഫാൻസൊക്കെ നന്നായിട്ട് പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ്. ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി മക്കളെ കൊണ്ടുപോകണമെങ്കിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഫ്രണ്ട്സുമായിട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് കുറച്ച് വിസിലടിച്ച് കൈയടിച്ച് ഹാർവാർഡായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് മമ്മൂട്ടി നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിമായിട്ട് തോന്നി. പുതുമയായിട്ടൊന്നും പറയാനില്ല, പുതുതായിട്ടൊന്നും പടത്തിലങ്ങനെ കാണിച്ചിട്ടുമില്ല. വളരെ ക്ലീഷേ ആയിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു അടിപ്പടം. അതിനപ്പുറം എനിക്ക് ടർബോയെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ബൈ.